സുകുമാരക്കുറുപ്പിന്റേത് എന്ന് പറഞ്ഞ് ഇന്നലെ പുറത്തു വന്ന ചിത്രങ്ങൾ തൃശൂർ സ്വദേശിയുടേതെന്ന് വെളിപ്പെടുത്തലുമായി ബന്ധുക്കൾ. ചിത്രം കരുമത്ര സ്വദേശി ദാമോദര മേനോന്റേതാണ് എന്ന് ബന്ധുക്കൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അങ്ങൊരു ടെലക്കോലായിരുന്നു. ടെലക്കോല് ജെയ്യായിട്ട് പ്രമോഷൻ കിട്ടിയതാണ്. അത് കഴിഞ്ഞിട്ട് അത് വേണ്ട അവിടെ നിന്ന് എന്നിട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ അയച്ചു കൊടുത്തു. ടെലക്കോൽ ഞാൻ അവിടെ ഇറങ്ങിയ ആളാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കടന്നു. അവിടെ ചെന്ന് 6 മാസം കഴിഞ്ഞ് ഇവിടെ 6 മാസം ട്രെയിനിങ്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങോരെ ഇവിടെ ജയിക്കാൻ നിശ്ചയിച്ചു. ആര്? കമ്പനി. അതെ. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? ദാമോദര മേനോൻ. ദാമോദര മേനോൻ. ഈ ചിത്രം ചേട്ടൻ എത്ര ആൾ മുമ്പ് കണ്ടിരിക്കുന്നത്? പറഞ്ഞ 1 മാസം മുമ്പ്. എന്താണ്, എങ്ങനെയാണ് കാണാൻ ഇടയായ സാഹചര്യം? കാണാൻ ഈ ഗോപിയോട് ഇടയ്ക്ക് വിളിക്കാൻ പറയും മരുമകനോട്. അപ്പോൾ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കും. വീട്ടുകാര്യങ്ങൾ പലതുണ്ടാവും. അപ്പോൾ ഈ ഫോട്ടോ കിട്ടി. അപ്പോൾ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, ബന്ധുക്കൾ സഹോദരൻ പറയുന്നത് ഇത് ദാമോദര മേനോന്റെ ചിത്രമാണ് എന്നതാണ്. ഇന്നലെ ഈ ചിത്രം ഉണ്ടാക്കിവിട്ട പുകില് ചില്ലറയൊന്നുമല്ല എന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ സുകുമാരക്കുറുപ്പ് ഇത്രയും അധികം കാലം കേരള പോലീസിനെയും കേരളത്തിലെ ജനതയും മുഴുവനും ഇരുട്ടത്ത് നിർത്തിയ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പുറത്തു വന്നൊരു ചിത്രം 80 വയസ്സുകാരൻ്റെതാണോ എന്ന് ചോദിച്ചാൽ സംശയങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും ഈ AI വിദഗ്ധരടക്കം നൽകുന്ന ചില വിശദീകരണ കുറിപ്പുകളൊക്കെ ഉണ്ടാക്കി വലിയ ചർച്ചകളുണ്ട്. അവിടെയാണ് ഇതിനൊക്കെ നിരസിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് ബന്ധുക്കളുടെ പ്രതികരണം വരുന്നത് ഇത് ദാമോദര മേനോന്റേതാണ് എന്ന്. മാധു, തീർച്ചയായും ഇപ്പോൾ വളരെ വിചിത്രമായ നിരവധി വാദങ്ങളിലൂടെ ഒരു ചിത്രം കിടന്ന് മറയുകയാണ്. സ്വാഭാവികമായും നാം ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ പ്രചരിച്ചുകൊണ്ടിരുന്ന ചിത്രവും അതോടൊപ്പം തന്നെ അദ്ദേഹം അവശ്യ നിലയിലായി കട്ടിലിരിക്കുന്ന ചിത്രവും, ഈ 2 ചിത്രങ്ങളും ദാമോദര മേനോൻ എന്ന ഇപ്പോൾ സുകുമാരക്കുറുപ്പ് എന്ന രീതിയിൽ പ്രചരിക്കുന്ന പാസ്പോർട്ടിൽ പേരുള്ള അദ്ദേഹത്തിന്റെ സഹോദരൻ നയ കരുണാകരൻ അദ്ദേഹത്തിന്റെ അടുത്ത് കാണിച്ചപ്പോൾ ഇത് രണ്ടും തന്റെ സഹോദരന്റെ ചിത്രമാണെന്ന് അദ്ദേഹം അടിയുറച്ചു പറയുന്നു. അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള ആളുകൾ, അതായത് അയൽവാസികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചിത്രം 3 മാസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. കട്ടിലിൽ അവശ്യ നിലയിൽ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്ന ചിത്രം 1 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരനായ കരുണാകരൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്ന ചിത്രം ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ടെന്ന് അയൽപ്പക്കക്കാരായ ആളുകൾ കൂടി പറയുന്നു. ഇതോടുകൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സുകുമാരക്കുറുപ്പാണ് എന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് ശരിയാണോ തെറ്റാണോ, ഇത്തരം ഒരാൾ മലേഷ്യയിലോ ബ്രൂണയിലോ മറ്റോ ഉണ്ടോ എന്ന കാര്യം തെളിയിക്കേണ്ടതും ഈ പ്രചരിക്കുന്ന വാർത്തകളിലെ വസ്തുത വ്യക്തമായി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 46 വർഷമായി ഈ കേസ് നിലനിൽക്കുന്നതാണ്. ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. സുകുമാരക്കുറുപ്പ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഏതെങ്കിലും രാജ്യത്തുണ്ട്, അവിടെ കണ്ടു, ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായ രീതിയിൽ പ്രചരിക്കുകയും ഫോൺ കോളുകൾ വരികയും ചെയ്ത് പോലീസിന് വലിയ ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും പോലീസ് അതിന്റെ എല്ലാ വഴികളും പരിശോധിച്ചിട്ടും സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇനി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരുപക്ഷെ അവസാനിപ്പിക്കുക. ഇതൊരു അവസാനത്തെ പ്രചരണമായി തീരണം. അല്ലെങ്കിൽ യഥാർത്ഥ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കുറഞ്ഞത് അവരുടെ അതിൽ മരണപ്പെട്ട കേസിൽ മരണപ്പെട്ട ചാക്കോയുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം കൂടി പോലീസിന് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്ന ക്രൈംബ്രാഞ്ച് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുവെന്ന്. ഏതായാലും ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 2 ചിത്രങ്ങൾക്കും അവകാശികൾ ഉണ്ടായിരിക്കുന്നു. ഈ സമയം വരെ അത് തൃശ്ശൂർ ജില്ലയിലെ പുന്നപ്പറമ്പിനടുത്ത് കരുമത്രയിലുള്ള ദാമോദര മേനോനാണെന്ന് അദ്ദേഹത്തിന്റെ സഹോദരനും അയൽപ്പക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി ഇതല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പ്രചരിപ്പിച്ചവർക്കുണ്ടാകാം, അല്ലെങ്കിൽ ഇതല്ല എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പോലീസിനുണ്ട്. യാതൊരു അവ്യക്തതയും ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ സഹോദരനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷം മുമ്പ് 2000-ലാണ് അദ്ദേഹം അവസാനമായി നാട്ടിൽ വന്നത്. അതിനുശേഷം അദ്ദേഹം നാട്ടിൽ വന്നിട്ടില്ല. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മരുമകനായ ഗോപിയെ ഫോണിൽ ഇടയ്ക്ക് ബന്ധപ്പെടാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം തന്നെ ഈ ഗോപിയുടെ ഫോണിലാണ് ഈ ചിത്രം, അതായത് അവശ്യ നിലയിലിരിക്കുന്ന ചിത്രം കണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇതിൽ ഇപ്പോഴും അവ്യക്തതകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ചിത്രം എവിടെ നിന്ന് പൊട്ടി വീണു. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, 80 വയസ്സിലധികമായി എന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനായ കരുണാകരന് 78 വയസ്സായി എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികം 2 വയസ്സ് മൂത്തതാണ് ഈ ദാമോദര മേനോൻ എന്ന് പറയുന്ന വ്യക്തി. അതിന് താഴെയാണ് സഹോദരി. അതുകൊണ്ട് തന്നെ 80 വയസ്സായ ഒരാളുടെ ശരീരപ്രകൃതി അത്രയും ക്ഷീണിതമായ ഒരു അവസ്ഥയല്ല മുൻപ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ പ്രചരിക്കുന്ന ചിത്രത്തിന്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടണം.
ഈ ചിത്രം യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നത് ബോധ്യപ്പെടണം. അതോടൊപ്പം തന്നെ ഈ പാസ്പോർട്ടിൽ കാണുന്ന ചിത്രവുമായി എത്രത്തോളം സാദൃശ്യമുണ്ട് ജേസൺ? പാസ്പോർട്ടിൽ കാണുന്ന ചിത്രവും ഈ പ്രചരിക്കപ്പെടുന്ന ചിത്രവും തമ്മിൽ എത്രത്തോളം സാദൃശ്യമുണ്ട്? പാസ്പോർട്ടിൽ കാണുന്ന ചിത്രവും ഇവിടുത്തെ അദ്ദേഹത്തിന്റെ സഹോദരൻ നമ്മൾ കാണിച്ചിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു ഈ ചിത്രം തന്നെയാണ്, ഈ ചിത്രത്തിലുള്ള ആൾ തന്നെയാണ് ദാമോദര മേനോൻ എന്നാണ്. പാസ്പോർട്ടിൽ കാണുന്ന ചിത്രവും അദ്ദേഹത്തെ കാണിച്ചപ്പോൾ നേരത്തെ അത് വാർത്തയിൽ പറഞ്ഞതാണ്. ഈ ചിത്രവും ഈ 2 ചിത്രങ്ങൾ, എല്ലാ ചിത്രങ്ങളും ഇപ്പം നമ്മുടെ കൈവശമുള്ള 3 ചിത്രങ്ങളും അദ്ദേഹത്തെ കാണിച്ച ആ 3 ചിത്രങ്ങളും അത് ശരിയാണ്, അത് തൻ്റെ സഹോദരനാണെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളുണ്ട്, അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കക്കാരുണ്ട്, അവരും പറഞ്ഞു ഈ ചിത്രങ്ങളിൽ കാണുന്ന ആൾ ദാമോദര മേനോനാണ് എന്ന് അവർ അടിവരയുകയാണ്. പക്ഷേ എന്താണ് ഇത്തരം ഒരു വാർത്തയുടെ അടിസ്ഥാനം എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സ്വാഭാവികമായും ഒരു അന്വേഷണം അനിവാര്യമായിരിക്കുന്നു. മാത്രമല്ല സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പോലീസ് വീട്ടിലെത്തിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾ സമീപവാസികളിൽ നിന്നൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പുറത്ത് നാം വീടിൻ്റെ സമീപത്താണ് നിൽക്കുന്നത്. അതിനപ്പുറത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. അവർ വിശദ വിവരങ്ങൾ തേടുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ, അത്തരത്തിൽ എല്ലാ ആളുകളുമായും ആശയവിനിമയം നടത്തിയ ഒരു രൂപം ആദ്യം എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണം. അതിനുശേഷമായിരിക്കും ഒരു തുടർ അന്വേഷണം എന്ന ഘട്ടത്തിലേക്ക് കടക്കുക. ഒരു കാര്യം വ്യക്തമാണ്, ഈ ചിത്രത്തിൽ കാണുന്ന, മാത്രമല്ല അതൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കട്ടിലിൽ ഇരിക്കുന്ന അവശ്യ നിലയിലായ ചെറിയ താടിയൊക്കെ, നരച്ച താടിയൊക്കെ, കണ്ണട വെച്ചിരിക്കുന്ന ഒരു ചിത്രം. ആ ചിത്രവും നേരത്തെ അതിനു മുമ്പ് വലിയ രീതിയിൽ പ്രചരിക്കുന്ന ചിത്രം തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന കാര്യം സംശയമില്ല. ഒരു പക്ഷേ ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ ആളുകളുടെ ശരീരത്തിലും വരുന്ന മാറ്റമായിരിക്കാം അത്. ഏതായാലും ഇതൊന്നും അടിസ്ഥാനപരമായി ശരിയോ തെറ്റോ എന്ന് പറയാനൊന്നും നമ്മളുടെ ആളുകളല്ല. സ്വാഭാവികമായി പ്രചരിക്കുന്ന ചിത്രത്തിന്റെ അടിസ്ഥാനം എന്ത്, വസ്തുത എന്തെന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കരുമത്രയിലുള്ള വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സഹോദരനെ കണ്ടു. അദ്ദേഹം ഈ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരനായ ദാമോദര മേനോന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജേസൺ, ഈ ബന്ധുക്കൾ നമ്മളെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത്? ഇത് സഹോദരന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരികയായിരുന്നു. എങ്ങനെയാണ് ഇവരെ കണ്ടെത്തിയത്? കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ഇതിൻ്റെ അയൽപ്പക്കത്തുള്ള വീട്ടിൽ ഒരാളുടെ പ്രതികരണമാണ് നമ്മൾ അല്പം മുമ്പ് കൊടുത്തത്. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 3 മാസം മുമ്പ് ഈ ചിത്രം നമ്മുടെ എല്ലാം ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഉണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഇവിടത്തുള്ള ഒരു പുറത്ത് ജോലി ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ചിത്രമൊക്കെ ഈ സമീപത്തെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോ ഉണ്ട്. പക്ഷേ ഈ ചിത്രം കണ്ടപ്പോൾ ഇവിടെ സമീപവാസികളാണ് നമ്മളോട് വിളിച്ച് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ വീട് കരിമത്രയിലാണ് എന്ന് നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് കൂടിയാണെന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി ഇദ്ദേഹത്തിൻ്റെ സഹോദരനെ കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരുപാട് കഴിഞ്ഞ സുകുമാരക്കുറുപ്പ് ഒളിവിൽ പോയത് മുതൽ ഇന്ന് വരെ പല ഘട്ടങ്ങളിലായി ഓരോ 2-3 വർഷം കൂടുമ്പോൾ സുകുമാരക്കുറുപ്പിനെ അവിടെ പല സ്ഥലങ്ങളിൽ കണ്ടതായി പോലീസിന് പല രീതിയിലുള്ള ഇൻഫർമേഷൻ വരാറുണ്ട്. അത്തരത്തിൽ പല രീതിയിലുള്ള ഇൻഫർമേഷൻ പല ഘട്ടങ്ങളിൽ വന്ന് അവസാനം പോലീസ് ഈ ശ്രമം ഉപേക്ഷിച്ചതാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രചാരണത്തിനൊരു അവസാനം ഉണ്ടാകണമെന്നാണ് ഈ കുടുംബക്കാർക്കും പറയാനുള്ളത്. സത്യത്തിൽ ഇവരുടെ കുടുംബത്തിലെ ഒരു അംഗവുമായി ബന്ധപ്പെട്ട ചിത്രം പ്രചരിക്കുന്നതിൽ അവർക്കും വേദനയുണ്ട്, അവർക്ക് അമർഷമുണ്ട്. പക്ഷേ അതവർ പരസ്യമായി പ്രകടിപ്പിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടില്ല. പോലീസ് എത്തി വിശദമായ വിവരങ്ങൾ തേടും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്, സമീപവാസികളുമായി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രചരണം അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ യഥാർത്ഥ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം. 80 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന്, ഈ ദാമോദര മേനോൻ എന്ന വ്യക്തിക്ക് 80 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ സഹോദരനെ വ്യക്തമാക്കുന്നു, അദ്ദേഹത്തിന്റെ ബന്ധുക്കളും വ്യക്തമാക്കുന്നുണ്ട്. 2000-ലാണ് അവസാനമായി ഇവിടെ വന്ന് പോയത് എന്ന് അവർ പറയുന്നു. ആ 2000-ൽ വന്ന് പോയതിനു ശേഷം ഇടയ്ക്ക് ഫോണിൽ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകനായ ഗോപിയുമായി ബന്ധപ്പെടാറുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന് വയ്യാതായി പരിക്കുപറ്റി കട്ടിലിരിക്കുന്ന ചിത്രം ഗോപിയുടെ മൊബൈലിൽ ഇദ്ദേഹത്തിന്റെ സഹോദരനായ കരുണാകരൻ കണ്ടുവെന്ന് അദ്ദേഹം 1 മാസം മുമ്പ് കണ്ടുവെന്ന് പറയുന്നു. ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഈ ചിത്രവും ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രവും സുകുമാരക്കുറുപ്പും തമ്മിൽ കാര്യമായ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് അവസാന വാക്കൊന്നും നാം പറയുന്നില്ല. നമ്മുടെ മുന്നിൽ ഇത്തരം ഒരു ഇൻഫർമേഷൻ വന്നു, നാം ആ വീട്ടിൽ വന്നു, അവരുടെ പ്രതികരണം എടുത്തു. ഇതിനും അപ്പുറത്തേക്ക് ഒരു രീതിയിലുള്ള ആധികാരികതയും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പോലീസാണ് ആധികാരികമായി കണ്ടെത്തേണ്ടത്. സ്വാഭാവികമായും വിഷയങ്ങൾ ഉണ്ട്, ആ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം കാണണം. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം എന്ന് കൂടി ഈ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. മധു.